തകപ്പ ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണോ എന്റെ ഭഗവാനെ, വല്ല പരിശോധനയ്ക്കും മറ്റോ ആണോ എന്തോ. എന്തൊരു കാറ്റ്. മാവ് പൊളിച്ചതാ. പിടികൂടാവന്മാർക്ക് അത് മതി. പരിശോധനയ്ക്കൊന്നുമില്ല, ഏതോ വലിയ കൂടിയ ഉദ്യോഗസ്ഥനാ. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എനിക്കും തോന്നുന്നത് പുതിയതായി ഇവിടെ ചാർജ് എടുത്ത കളക്ടറാണെന്ന്. ഭഗവാനെ, കളക്ടറോ? എന്റെ വഴിവയ്ക്കാതെ ഭഗവതി. നമസ്കാരം സാർ. ഇരിക്കണം സാർ. എന്താണോ ആവോ. നല്ലൊരു ചായ എടുക്കും. ഇരിക്കേ. സാർ ചായ. എരുമപ്പാലാണല്ലേ? അല്ല, അതെ. വേറെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളിവട, നെയ്യപ്പം, മുറുക്ക് കൊണ്ടുവരൂ. ഓ, ചുമയാണല്ലേ? വരൂ. ഈ ചുമ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ചുമ പല തരത്തിലുണ്ട്. മാരകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ഒരു അസാധാരണ വ്യാധിയാണ് ചുമ. ശരീരത്തിനുള്ളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന കോക്ടെയിൽ ഗുണേലിയ എന്ന് പറയുന്ന ഒരു തരം വൈറസുകളാണ് ഇതിന് കാരണം. ഇത്തരം ശരീരങ്ങളിൽ അവ വളരെ അധികമുണ്ടാകും. ശ്വാസകോശങ്ങളെ കറണ്ട് തിന്നുകയും ആരോഗ്യഹാനി വരുത്തി മറ്റ് പല മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചുമ, അതായത് കഫ്, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാനേ ഇല്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഉഗാണ്ട, ഇനി അമീൻ എന്നീ രാജ്യങ്ങളിൽ ഇതിനെതിരായി ശക്തമായ ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയും അക്കാര്യത്തിൽ മോശമല്ല. 1983 യുഗോസ്ലാവാക്യയിലെ ഡോക്ടർ ഇഡിയ ടക്രൂമ മക്കോയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെതിരായി ശക്തമായ ഒരു സിദ്ധൌഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പറ്റി എടുക്കൂ. ഇതാണ് ആ ഔഷധം. 4 തുള്ളി സേവിച്ചാൽ മതി, അതോടെ തീരും രോഗം. ചുമ കണ്ട് സഹിക്കാഞ്ഞിട്ട് തരികയാണ് കേട്ടോ. ഇനി ചുമയുള്ള ആരുണ്ട്? സ്വന്തമായി ചുമയ്ക്കാൻ ഭാഗ്യമില്ലെങ്കിൽ ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ അയൽക്കാർക്കോ ചുമയുള്ള ആരുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ചുമ കേട്ട് എന്റെ ഹൃദയം പൊട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും തൂക്കി നടക്കുന്നത്. അല്ലാതെ എനിക്ക് നാറിയ പണിയുടെ ആവശ്യമില്ല. പ്രിയ, അപ്പോ ചായക്ക് എന്താ വില? കാശൊന്നും വേണ്ട. ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം. വളരെ വിശേഷമാണ്. ഇതേ മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ 11 രൂപ 25 പൈസയും ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, സൂപ്പർ ടാക്സ് ഉൾപ്പെടെ 15 രൂപ കൊടുക്കണം. നിങ്ങളുടെ എങ്ങനെയാ മുഴുവൻ വിലയും വാങ്ങിക്കുന്നത്? അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു 5 രൂപ 5 രൂപ തന്നാൽ മാത്രം മതി. 5 രൂപ തന്നാൽ മതി. അപ്പോ മതിയെന്നേ, വെറും 5 രൂപ മതിയെന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഹോട്ടൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ കൈനീട്ടമായിക്കോട്ടെ. എന്താ മുതലാളി, മരിക്കേണ്ട മുതലാളി, തരണം. വെറും ഒരു 5 രൂപയല്ലേ ഉള്ളൂ. എത്രയോ കാശ് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ചിലവാക്കുന്നു. 5 രൂപ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അല്പം ധൃതിയുണ്ട്. വേഗമാകട്ടെ. മടിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എത്രയോ കാശ് ചിലവാക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ മരുന്ന് നിങ്ങളൊന്ന് സേവിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരോടും പിന്നെ കാണാം. മാറി നിൽക്കണേ. സാമദ്രോഹി. എന്റെ മാവ് പോയി, ചായ പോയി, പലഹാരം പോയി, ദോശ വെച്ച കാശും പോയി. അയക്ക് ചുമയുടെ പുണ്ണാക്ക് വെക്കാൻ കണ്ട ഒരു സ്ഥലം. നേരാന്റെ കടയിൽ വന്ന് ചുമക്കരുത്. ചിരിക്കല്ലേ. അതിലേക്ക് ചിരിക്കുള്ള മരുന്നും കൊണ്ട് കരുതിയത്. പിന്നെന്തിനു വന്നു? ചായ എന്തെങ്കിലും കരുതിയിട്ടാ. ജീവിതത്തിൽ വിചാരിച്ചിരിക്കാതെ എന്തൊക്കെ സംഭവിക്കുന്നു. ശരിയാ, സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കാത്ത പലതും. ശാലിനിയുടെ അച്ഛൻ അറിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും ആലോചിക്കാനില്ല. നമ്മളൊന്ന് ആശിച്ചു, തീരുമാനിച്ചു. അത് നടക്കില്ല പട്ട. അതെ ശാലിനി, ജീവിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നിപ്പോകുന്നു. എല്ലാ സ്വപ്നങ്ങളും പോയിരുന്നതുപോലെ. രാമേട്ട, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്തെന്ന് ഞാൻ പറയില്ല. നല്ല സ്വപ്ന. ഉണർന്നു കഴിഞ്ഞപ്പോ
നീ ഓർത്തോർത്ത് ചിരിച്ചു. ഞാൻ ഉറങ്ങാതെ തന്നെ സ്വപ്നം കാണാറുണ്ട് ശാലിനി എന്റെ സ്വന്തമായി തീർന്നു. പിന്നെ പിന്നെ സമയം ഒരുപാട് വരുമുണ്ട്, ഞാൻ പോട്ടെ. ഒരിക്കലും മരിക്കില്ല. ശരിയാണ്, പക്ഷേ ചിലപ്പോൾ ചിലരെല്ലാം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറന്നെന്ന് നടിക്കണം. എന്നെപ്പോലെ ഉപദേശിക്കാമെന്ന് കരുതരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഈ പ്രതികാരവുമായി നടന്നിട്ട് കാര്യമില്ല. രാമേട്ടനെ പഴയ രാമേട്ടനായി കാണാൻ ആഗ്രഹിക്കുന്നെന്ന് പറയാണ്. പ്ലീസ്. എനിക്കും അതറിയാനിട്ടല്ല. എങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ റപ്പായി പറഞ്ഞാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്ത് ഫലം, അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ ദ്രോഹിക്ക് പ്രതിഫലം ഈശ്വരൻ കൊടുത്തോളൂ. രാമേട്ടൻ അയാളെ മറന്നേക്കൂ. നമുക്ക് കഴിഞ്ഞ ഓർമ്മകൾ മാത്രം പോരല്ലോ. എന്താ ഞാൻ പറഞ്ഞു കേൾക്കൂ? ശ്രമിക്കാം. കോളടിച്ചല്ലോ. സെലിനെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു. അതെങ്ങനെ? രാമേട്ടൻ ക്ഷണിച്ചു. രാമേട്ടനെ അറിയോ? എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരു നാട്ടുകാരാ. നേരോ? അപ്പൊ 2 ക്ഷണമാ. വരാതിരുന്ന നോക്കിക്കോ. തീർച്ചയായിട്ടും വരും. എന്ന് ഞാൻ പോട്ടെ. ദേ നിക്ക്, നല്ലൊരു കാര്യത്തിന് വന്നല്ലേ, കാപ്പി കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, അവിടെ ഒത്തിരി പണിയുണ്ട്. പിന്നെ വരാം. ഇനി വന്നു. കാലത്തെ വെള്ളം തീർന്നു പോകുന്നു പറഞ്ഞു. 10 മണി കഴിഞ്ഞാ വെള്ളം കിട്ടില്ല. അതിനു മുമ്പൊന്ന് കുളിച്ചാ കൊള്ളാമായിരുന്നു. അയ്യോ അത് വേണ്ട, രാധ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ പല്ലേ തീരുന്നിടം വരെ കഴിയാമല്ലോ. അത് കഴിഞ്ഞ് നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പിന്നെ കഴിക്കണം. രാധേ, ഇന്നെന്താ നേരത്തെ? നല്ല സുഖമില്ല, നേരത്തെ പോന്നു. രാധ അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുന്നു? ഞാൻ പോട്ടെ. അത്രയ്ക്ക് ധൃതിയായോ? അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? അതല്ല. പിന്നെ ചേട്ടന് ഞാൻ ഇവിടെ വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്. ഇപ്പോൾ രാധ പോയിക്കോളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പോൾ പറയാം. വരില്ലേ? രാധ പറഞ്ഞു പറ്റിച്ചോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. രാധ ഇരിക്കും. ആ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. പറയൂ, എനിക്ക് പോണം. ഇരിക്കുന്നേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാൻ പറയാം. രാധയ്ക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയാൽ മതി. രാധയെ കണ്ട നിമിഷം ഞാൻ തീരുമാനിച്ചുറച്ചാണ്. എന്താ? രാധയെ എന്റെ
ജീവിത പങ്കാളിയാക്കണോ? എന്താ രാധിക്ക് സമ്മതമല്ലേ? പറയൂ, സമ്മതമല്ലേ? എന്താണ് എന്റെ റപ്പായി ചേട്ടാ? സാറിനൊരു കത്തുണ്ട്. കത്തയക്കാൻ വേണ്ട സമയം. നിനക്കെന്താ, സുഖമല്ലേ? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. നേരെ ഒത്തിരിയായി. ആഹാരം കഴിച്ചോ? വേണ്ട ചേട്ടാ, വിശപ്പില്ല. അയ്യേ, ചെറിയൊരു തലവേദന വെച്ച് പട്ടിണി തന്നാലോ? വാ, ഞാൻ വിളമ്പിത്തരാം. കാപ്പി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വരാം. ആ കാണുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വല്ലപ്പോഴും ഇവിടെ വരാറുള്ളൂ. ഏതാണ്ട് ഒരു ആവശ്യമായി തോന്നുമ്പോൾ മാത്രം. ഈ കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതേയില്ല. ഞാനും പ്രതീക്ഷിക്കാത്തതിന് വേണ്ടിയുള്ള പ്രതീക്ഷ. അതാണ് പലപ്പോഴും. രാമേട്ടൻ ഒരാഴ്ചയായി ശിക്ഷ തീർന്നിറങ്ങിയിട്ട്. ശാലിനിക്ക് സുഖം തന്നെയല്ലേ? ശാലിനി മതിയോ? ആരെ വേണ്ടെന്ന് പറയൂ. ശാലിനി. ആരെ? ശാലിനി. ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. ആരെ? രാമേട്ടനെ. ആരെ? രാമേട്ടനെ. എന്തിനാ വിളിച്ചത്? വണ്ടിയുടെ പണി തീർന്നില്ല, വൈകിട്ട് കിട്ടൂ, അത് പറയാനാ. പിന്നെ ശബ്ദമെങ്കിലും കേൾക്കാൻ കൊതി തോന്നി. എനിക്കും കൊതിയുണ്ടായിരുന്നു. ഞാൻ എത്ര പാടുപെട്ടാണെന്നോ ഹോസ്പിറ്റൽ പരിപാടി ഒപ്പിച്ചത്. ആ പിന്നെ വണ്ടി എപ്പോ കിട്ടും? ഒരു കാര്യം ചെയ്യാമോ? 1,00,000 കാര്യം ചെയ്യാം, പറഞ്ഞാ മതി. തൽക്കാലം ഒരു കാര്യം മതി. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വരണം. വരുമോ? വരില്ല. വരണ്ട. പക്ഷെ ഞാൻ കാത്തു നിൽക്കും. 5:30 വച്ചേക്കട്ടെ? അയ്യോ വേണ്ട. ഇപ്പൊ സന്ദേശം മതിയാക്കുന്നു, ശേഷം കാഴ്ചയിൽ. പ്രസവ തീയതി കൂടെ നിശ്ചയിച്ചിട്ട് അറിയാൻ മതിയായിരുന്നല്ലോ. ആ, ശാലിനി പോയിരിക്കുന്ന ഞാൻ കരുതിയത്. രാമേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ ഞാൻ വന്നത് തന്നെ. എന്താ കാര്യം? ഞാൻ പോവുകയാണ്, മിക്കവാറും ഇന്നോ നാളെയോ. എങ്ങോട്ട്? നാട്ടിലേക്ക്. ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ഇന്നലെയാണ് കത്ത് കിട്ടിയത്. ഇന്നോ നാളെയോ എത്തിച്ചേരുമെന്ന്. ആര്? എന്റെ ഭർത്താവ്. ഭർത്താവോ? അതെ രാമേട്ട, ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരില്ലെന്ന് കരുതിയിരുന്നതാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പുതിയൊരു മനുഷ്യനായി തിരിച്ചു വരുന്നെന്ന് എന്റെ ഭാഗ്യമായിരിക്കും. രാമേട്ടൻ എന്താ ഒന്നും പറയാത്തത്? എന്റെ സ്വകാര്യ ജീവിതത്തിനെ കുറിച്ച് ഞാൻ രാമേട്ടനോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. മനഃപൂർവ്വമാണ്. എന്റെ വേദനകൾ എനിക്ക് മാത്രം ഇരിക്കട്ടെ എന്ന് കരുതി. എങ്കിലും ശാലിനി കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ നമ്പരങ്ങൾ മാത്രം എനിക്ക് തന്നിട്ടും
ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒടുവിൽ ഈ കായൽ തീരത്ത് വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ നന്നായി. എനിക്ക് രാമേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കിതിനെ അറിയില്ല. എങ്കിലും എന്നെ ഒരിക്കൽ കൂടി ഒരു വ്യക്തിയാക്കാൻ ശാലിനിക്ക് കഴിഞ്ഞു. രാമേട്ട, എല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ശാലിനി വന്ന് വീണ്ടും. ഈ നിമിഷം വരെ ഞാൻ ശാലിനിയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്തിനാ വേദനിപ്പിക്കുന്നു? ഞാൻ രാമേട്ടനെ വേദനിപ്പിച്ചെന്നോ? ഒന്നിച്ച് ജീവിക്കാൻ രാമേട്ടനേക്കാൾ കുറച്ചത് ഞാനാണ്. പക്ഷേ ഞാൻ അറിയാതെ എന്റെ ഏതെങ്കിലും പെരുമാറ്റം കാരണം രാമേട്ടൻ വേദനിക്കേണ്ടി വന്നെങ്കിൽ മാപ്പ് തരൂ രാമേട്ട. ആരും തെറ്റുകാരില്ല, ആരും. പക്ഷേ ഈ വേദന എനിക്ക് അസഹ്യമാണ് ശാലിനി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ശാലിനി ക്ഷമിക്കൂ. ശാലിനി സന്തോഷമായി വയ്ക്കുള്ളൂ. ഞാൻ എന്നും രാമേട്ടന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും. അതിനല്ലേ എനിക്ക് കഴിയൂ. അയ്യോ, എന്റെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. ദൈവം അനുവദിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് ഇനിയും കാണാം. വേണ്ട വേണ്ട ശാലിനി, ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ ഇടവരാതിരിക്കട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന. നല്ലത് വരട്ടെ. ശാലിനി വയ്ക്കുള്ളൂ. ആഹാ, രാമോട് കളിക്കാണ്. എവിടെയെല്ലാം അന്വേഷിച്ചു. അതവിടെ വിളിക്കുന്നു. പോയി വരൂ. സന്തോഷമായി പോയി വരൂ. എന്നാ ഞങ്ങൾ നടക്കട്ടെ. ഇനി വൈകണ്ട. നിന്നെയും കാത്തുണ്ടാവും ഞാനത്. ഞാൻ നിരപരാധിയാണ്. എന്നെ തല്ലരുത് പ്ലീസ്. നിരപരാധി? പട്ടി. ഞാൻ പറയുന്നു കേൾക്കൂ. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ രാമു